हो सजनी रे कैसे कटे दिन रात, कैसे हुए तेरा साथ, तेरी याद सतावे रे. हो सजनी रे कैसे कटे दिन रात, कैसे हुए तेरा साथ, तेरी याद सतावे रे. ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ലല്ലോ. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ വേറൊരു വെഹിക്കിളും കൂടെ ഉണ്ട്. നമുക്ക് അതിന്റെ വീഡിയോ കറക്റ്റ് ഒന്ന് ചെയ്യണ്ടേ? അപ്പൊ ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ? പാട്ടുപാടിയിരിക്കാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഓഡിയൻസിനെ ഒന്ന് വെൽക്കം ചെയ്യാല്ലേ, നമ്മുടെ ഫാമിലിനെ നമുക്കൊന്ന് വെൽക്കം ചെയ്യാം. എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റൂട്ടിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 വാഹനങ്ങളാണ് കേട്ടോ. 3ഉം ടൊയോട്ടയുടെ വാഹനങ്ങൾ തന്നെയാണ്. ഒരു ക്രിസ്റ്റയും അതുപോലെ തന്നെ 2 ഫോർച്യൂണറുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2014 മോഡല് ഒരു മെറ്റാലിക് ഗ്രേ കളറിൽ വരുന്ന ഫോർച്യൂണർ ആണ് കേട്ടോ. അതുപോലെ തന്നെ 1,56,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. 3rd ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. റീ രജിസ്ട്രേഷൻ വാഹനമാണ്, പക്ഷെ നമ്പറായ വാഹനം കൂടിയാണ് കേട്ടോ. ഈ ഒരു വണ്ടിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 സീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെൽഫിറ്റിന്റെ സീറ്റ് കവേഴ്സ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലി ടൈലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ട് ടയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 95% ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ബാക്ക് ടയർ ആണെന്നുണ്ടെങ്കിൽ 75% ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം കൂടിയാണ്. അപ്പൊ നമുക്ക് അടുത്ത വാഹനം ഒന്ന് പരിചയപ്പെട്ടാലോ? അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2016 മോഡൽ വരുന്ന 2.8 G4 വേരിയന്റ് വരുന്ന ക്രിസ്റ്റയാണ്. അതുപോലെ തന്നെ 1,63,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. 2nd ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെയും ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള LED ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്ന, സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങൾ വരുന്ന, മിറർ അഡ്ജസ്റ്റബിൾ വരുന്ന ഒക്കെ ഒരു വാഹനം തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും നല്ല നീറ്റ് ആണ്. ഏകദേശം 90% ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനം ഇപ്പോൾ HR രജിസ്ട്രേഷനിലാണ് കേട്ടോ കിടക്കുന്നത്. നമ്മൾ നമ്പർ ആക്കി തരുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിൽവർ കളറിൽ വരുന്ന ഫോർച്യൂണർ ആണ് കേട്ടോ. ഈ ഒരു വാഹനം 2013 മോഡലാണ് വരുന്നത്. 2,13,000 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. 2nd ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മാറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഏകദേശം 80% ടയർ കാര്യങ്ങളൊക്കെ വരുന്ന UP രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള 3 വാഹനങ്ങളും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ന് പരിചയപ്പെടുത്തിയ 2 ഫോർച്യൂണറും 2 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. അപ്പൊ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങൾക്ക് പുറമെ വേറെ 2-3 ഫോർച്യൂണർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലും റീ രജിസ്ട്രേഷനിലും വരുന്ന വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 2019 മോഡല് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഫോർച്യൂണർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ 2017 മോഡല് വെറും 95,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഫോർച്യൂണറും റീ രജിസ്ട്രേഷൻ ഫോർച്യൂണറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഗിവ് അവേൻ്റെ കാര്യമാണ്. നമ്മളെ ഗിവ് അവേക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പങ്കെടുക്കാനുള്ളവരുണ്ടെങ്കിൽ വേഗം പങ്കെടുത്തോളൂ. നമ്മളെ ഫോക്കസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട്, എല്ലാം പിൻ ചെയ്ത് വെച്ചിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പങ്കെടുക്കാനുള്ളവർ വേഗം മാക്സിമം പങ്കെടുക്കുക. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഫോക്കസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. ഐ ആം സൈനിങ് ഓഫ് ഉമർ ബിൻ ഷാ.